സിപിഐക്കും റവന്യൂ വകുപ്പിനുമെതിരെ വിമർശനവുമായി രവീന്ദ്രൻ പട്ടയങ്ങൾ നൽകിയ മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ എം.ഐ. രവീന്ദ്രൻ. സിപിഐയുടെ നിർബന്ധം കൊണ്ടാണ് അഡീഷണൽ തഹസിൽദാരുടെ ചുമതലയിൽ നിന്നും തന്നെ മാറ്റിയത്. സിപിഐ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചെടുത്ത് താൻ പട്ടയം നൽകിയില്ല. വ്യാജ ഒപ്പിട്ടാണ് പി.കെ. വാസുദേവൻ നായരുടെ പേരിലുള്ള പട്ടയാപേക്ഷ നൽകിയത്. ഇക്കാര്യം തുറന്നു പറഞ്ഞതും സിപിഐക്ക് നാണക്കേടുണ്ടാക്കി. ഭൂവിഷയങ്ങൾക്ക് പ്രധാന കാരണം സിപിഐയിലെ ഗ്രൂപ്പ് വഴക്കാണെന്നും രവീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. എം.ഐ. രവീന്ദ്രൻ നൽകിയ പട്ടയങ്ങൾ റദ്ദു ചെയ്ത് 1 വർഷം പിന്നിടുമ്പോഴും പുതിയ പട്ടയങ്ങൾ നൽകുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സിപിഐക്കും റവന്യൂ വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് പട്ടയം ഒപ്പിട്ട് നൽകിയ എം.ഐ. രവീന്ദ്രൻ തന്നെ രംഗത്തെത്തുന്നത്. തന്നെ ചുമതലയിൽ നിന്ന് മാറ്റിയത് സിപിഐയുടെ നിർബന്ധം കൊണ്ട്. സിപിഐ ചൂണ്ടിക്കാണിച്ചെടുത്ത് താൻ പട്ടയം നൽകിയില്ല. കൈവശമില്ലാത്ത ഭൂമിക്ക് പട്ടയം നൽകാൻ സിപിഐ നേതാവ് ആവശ്യപ്പെട്ടു. ഇതാണ് വിരോധത്തിന് കാരണം. ഇതിൽ സിപിഐയുടെ അന്നത്തെ ജില്ലാ നേതാവ്, ഞാൻ പേര് പറയുന്നില്ല ഇപ്പം, ആ നേതാവ് എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കൈവശം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരിക, ഞാൻ പട്ടയം തരാം നിയമപരമായിട്ട്. അപ്പം അങ്ങാരൊക്കെ കൈവശമില്ലാത്ത സ്ഥലത്തിന് എനിക്ക് പട്ടയം കൊടുക്കാൻ സാധിക്കില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് എന്നെ അവിടെ നിന്ന് മാറ്റിയത്. പി.കെ. വാസുദേവൻ നായരുടെ പേരിൽ നൽകിയ പട്ടയാപേക്ഷ കള്ള ഒപ്പിട്ട് ഇത് തുറന്നു പറഞ്ഞതോടെ പട്ടയം റദ്ദു ചെയ്തു. അതും സിപിഐക്ക് നാണക്കേടുണ്ടാക്കി. പി.കെ.വിയുടെ മൂന്നാറിലുണ്ടായിരുന്ന സ്ഥലത്തിന് 14 സെന്റിന് പട്ടയം കൊടുത്തു. അത് പി.കെ.വി നേരിട്ട് വന്ന് ഒപ്പിട്ട് തരികയോ അല്ലെങ്കിൽ പി.കെ.വി ഒപ്പിട്ട് എന്റെ അടുത്ത് ഏൽപ്പിച്ച അപേക്ഷാപത്രമോ അല്ലായിരുന്നു. പിന്നീട് അറിയാൻ സാധിച്ച് പി.കെ.വിയുടെ ഒപ്പ്, ആ പട്ടയാപേക്ഷയിലെ ഒപ്പ് കള്ള ഒപ്പിട്ടാണ് കൊടുക്കുന്നത്. ആ വിവരം ഞാൻ പത്രസമ്മേളനത്തിൽ കൂടി അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സിപിഐക്ക് നാണക്കേടായതുകൊണ്ട് റദ്ദ് ചെയ്യുകയും കൂടി ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയങ്ങൾക്ക് പ്രധാന കാരണം സിപിഐയിലെ ഗ്രൂപ്പ് വഴക്കാണ്. കെ. ഇസ്മായിൽ വിതരണം നടത്തിയ പട്ടയങ്ങളാണ് റദ്ദു ചെയ്യുന്നത്. ദയവായിട്ട് നിങ്ങളൊക്കെ ആദ്യം കെ. ഇസ്മായിലിനോട് തന്നെ ചോദിക്കുക. മറ്റൊരു കാര്യം, സിപിഐയിലെ കെ. ഇസ്മായിലും മറ്റേ ഗ്രൂപ്പും തമ്മിലുള്ള ഉടക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇതിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കാരണം കെ. ഇസ്മായിൽ വിതരണം ചെയ്ത പട്ടയങ്ങൾ അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് റദ്ദ് ചെയ്യുന്നതിന്റെ മറ്റൊരു കാരണം അത് അവരുടെ പാർട്ടിയിലെ ഗ്രൂപ്പാണ്. താൻ പട്ടയം കൊടുത്തത് കോൺഗ്രസുകാർക്കും ബി.ജെ.പിക്കാർക്കുമല്ല. എല്ലാ പട്ടയങ്ങളും നൽകിയത് LDF പ്രവർത്തകർക്കാണ്. ഓരോ നേതാക്കന്മാരും പട്ടയം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ശുപാർശ ചെയ്തു. മൂന്നാറിൽ വ്യാജ പട്ടയങ്ങൾ നിരവധിയാണ്. തന്റെ ഒപ്പും ശംഖുമുദ്രയുള്ള സീലും ഉപയോഗിച്ച് വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചുവെന്നും രവീന്ദ്രൻ പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.